നടന്ന 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യം നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. കാലവർഷവും തുലാവർഷവുമെല്ലാം കഴിഞ്ഞ് വേനൽക്കാലത്ത് പുഞ്ചയായിട്ടാണ് ഞവര കൃഷി ചെയ്യുന്നത്. 60 ദിവസത്തിനുള്ളിൽ കൃഷി പൂർണ്ണമാകുന്നതിനാൽ പറിച്ചു നടാനുള്ള സമയമില്ല. അതുകൊണ്ട് നേരിട്ട് വിതച്ചിട്ടാണ് കൃഷി തുടങ്ങുന്നത്. സാധാരണ നെൽകൃഷിയിൽ ചെയ്യുന്നത് പോലെ തന്നെ നിലം പാകമാക്കിയ ശേഷം ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഇതൊരു ആയുർവേദ മരുന്ന് കൂടിയാണല്ലോ. അതിനാൽ രാസവളവും കീടനാശിനികളും തീർത്തും ഒഴിവാക്കിക്കൊണ്ടുള്ള രീതിയാണ് അവലംബിക്കുന്നത്. നിലം ഒരുക്കി പച്ചിലവളം ചേർത്ത് അതിനുശേഷം മുളപ്പിച്ച വിത്ത് പാകിക്കൊണ്ടാണ് തുടങ്ങുക. കുറച്ച് ദിവസം പ്രായമായി കഴിഞ്ഞാൽ കളയോ മറ്റോ ഉണ്ടെങ്കിൽ പറിച്ചു നീക്കും. 35-40 ദിവസമാകുമ്പോൾ കതിരുവയ്ക്കും. കതിരാകുമ്പോൾ ചാഴി എന്ന കീടത്തിൻ്റെ ആക്രമണമാണ് വലിയ വെല്ലുവിളി. യാത്രികൻ്റെ യാത്രകൾ മാങ്ങാട് രത്നാകരൻ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. എപ്പോഴാണ് ഞവര കൃഷി ചെയ്യുന്നത്? എപ്പോഴാണ് മക്കളെ? കാലവർഷവും തുലാവർഷവും എല്ലാം കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് അല്ലേ? അപ്പം വേനൽക്കാലത്ത്. അടുത്തത്, ഞവര കൃഷി പൂർണ്ണമാകുന്നതിന് എത്ര ദിവസമെടുക്കും? 60 ദിവസത്തിനുള്ളിൽ കൃഷി പൂർണ്ണമാകും. അടുത്തത്, ഞവര നെല്ല് ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്താണ് മക്കളെ? ഞവര അരി ആയുർവേദ മരുന്ന് കൂടിയാണ്. ചോദ്യം, കതിരാകുമ്പോൾ ഞവര കൃഷിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കാം മക്കളെ? ചാഴിയുടെ ആക്രമണം അല്ലേ? അടുത്തത്, കാര്യകാരണ ബന്ധം നോക്കി ശരി ഉത്തരം കണ്ടെത്തുക. കാര്യം, നേരിട്ട് വിതച്ചാണ് ഞവര കൃഷി ചെയ്യുന്നത്. കാരണം 60 ദിവസം കൊണ്ട് കൃഷി പൂർത്തിയാകുന്നതിനാൽ പറിച്ചു നടാൻ സമയമില്ല. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? കാരണം മാത്രം ശരിയല്ലേ? അടുത്തത്, പഴഞ്ചൊൽ വിശകലനം. കേരളത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ധാരാളം പഴഞ്ചൊല്ലുകൾ പ്രചാരത്തിലുണ്ടല്ലോ. ഞാറില്ലെങ്കിൽ ചോറില്ല എന്ന പഴഞ്ചൊല്ലിനെ വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. അപ്പം നമുക്കത് നോക്കാം. ത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന പഴഞ്ചൊല്ലാണ് ഞാറില്ലെങ്കിൽ ചോറില്ല വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠത്തിൽ നെൽകൃഷിയുടെ പ്രാധാന്യവും വിത്തിൻ്റെ മഹത്വവുമാണ് പറയുന്നത്. ഒരു നെൽവിത്തിൽ നിന്ന് ആയിരക്കണക്കിന് നെൽമണികൾ ഉണ്ടാകുന്നു. ഞാറ് നട്ടില്ലെങ്കിൽ നെല്ലുണ്ടാകില്ല, നെല്ലില്ലെങ്കിൽ ചോറുണ്ടാകില്ല. അതായത് കൃഷിയാണ് നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനം. കർഷകരുടെ അധ്വാനവും വിത്തിൻ്റെ ശക്തിയും ഓർക്കാൻ ഈ പഴഞ്ചൊല്ല് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി കൃഷിയെ ആശ്രയിക്കുന്ന നമ്മൾ കർഷകരെയും കൃഷിയെയും ബഹുമാനിക്കണമെന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അടുത്തത്, ഗ്രാമസ്ത്രീകൾ എന്ന കവിത ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഏതാണ് മക്കളെ? ഗ്രാമസ്ത്രീകൾ അല്ലേ? അടുത്തത്, പ്രസ്താവന 1. ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് കുമ്മാട്ടി എന്ന കലാരൂപത്തിനുള്ളത്. അടുത്തത്, പ്രസ്താവന 2. ദൈവാധീനത്തിനു വേണ്ടി ആദ്യം തള്ള, പന്നി എന്നീ വേഷങ്ങളാണ് കെട്ടുന്നത്. അപ്പോൾ ഇതിൽ മുകളിൽ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1 മാത്രം ശരി അല്ലേ? അടുത്തത്, 3ാമത്തേത് താരതമ്യക്കുറിപ്പ്. നുകവും തോളേന്തി കാളയ്ക്കു പിൻപേ പോകും സുഹൃത സ്വരൂപമേ നിന്നെ ഞാൻ നമിക്കുന്നു. പൊരുവെയിലി നിൻ്റെ യുഗ്രമാം തപസ്സല്ലേ നിറയെ കതിർക്കുല ചൂടിപ്പു നെൽപ്പാടത്തെ എൻ്റെ ഗുരുനാഥൻ ചങ്ങമ്പുഴ. അടുത്തത്, കൈകൾ കിണഞ്ഞു പണികയായി ഞാറിമേൻ കൽകൾ ചളിയിൽ കൊതിക്കുകയായി താഴെ വയലിൽ നിരയായി നീലനിരാളം വിരിയുകയായി. ഗ്രാമസ്ത്രീകൾ കടത്തനാട്ട് മാധവിയമ്മ. 2 കവിതകളിലെയും ആശയങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കത് നോക്കാം. കൊടുത്തിരിക്കുന്ന 2 കവിതകളിലും കർഷകൻ്റെയും നെൽകൃഷിയുടെയും മഹത്വം വർണ്ണിക്കുന്നവയാണ്. ചങ്ങമ്പുഴയുടെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ കർഷകനെ സുഹൃത സ്വരൂപമേ എന്ന് വിളിച്ച് ഒരു ഗുരുവിനെ പോലെ നമിക്കുന്നു. പൊരുവെയിലിന് അദ്ദേഹം നടത്തുന്ന ഉഗ്രമാം തപസ്സിൻ്റെ ഫലമായാണ് നിറയെ കതിർക്കുല ചൂടിപ്പൂ നെൽപ്പാടം ഉണ്ടാകുന്നതെന്ന് കവി പറയുന്നു. ഇവിടെ കർഷകൻ്റെ ത്യാഗത്തോടും അധ്വാനത്തോടുമുള്ള ആദരവും ഭക്തിയുമാണ് പ്രധാനം. അതേസമയം കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമസ്ത്രീകൾ എന്ന കവിതയിൽ കർഷക സ്ത്രീകളുടെ ജീവന ചിത്രമാണ് കാണുന്നത്. കൈകൾ കിണഞ്ഞു പണികയാൽ ഞാറിമേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി എന്ന വരികളിലൂടെ ഞാറ് നടുന്നതിൻ്റെ കഠിനാധ്വാനവും താഴെ വയലിൽ നിരനിരയായി നീൽനിരാളം വിരിയുകയായി എന്നതിനുള്ള നെൽപ്പാടത്തിൻ്റെ ചാരുതയും കവി വെച്ചിടുന്നു. ചുരുക്കത്തിൽ ആദ്യത്തെ കവിത കർഷകനോടുള്ള നന്ദിയും ആരാധനയും പ്രകടിപ്പിക്കുമ്പോൾ 2ാമത്തെ കവിത കർഷക ജീവിതത്തിൻ്റെ അഴകും അധ്വാനവും ദൃശ്യാത്മകമായി അവതരിപ്പിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉറവിടം കൃഷിയാണെന്നും കർഷകനാണ് യഥാർത്ഥ ഗുരുനാഥൻ എന്നുമുള്ള സന്ദേശമാണ് ഈ 2 കവിതകളും നൽകുന്നത്. അടുത്തത്, വിശകലനക്കുറിപ്പ്. എത്രമേൽ ഞെരിച്ചാലും ചവിട്ടി അരച്ചാലും ഒറ്റ വിത്തതു ബാക്കിയായവ നിവർന്നേക്കാം. പാഠപുസ്തകം ദിവാകരൻ വിഷ്ണുമംഗലം. കർഷക തൊഴിലാളികളുടെ അധ്വാനമാണ് മണ്ണിൽ പൊന്നു വിളിയിക്കുന്നതെന്ന് ഗ്രാമസ്ത്രീകൾ എന്ന കവിതയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2 കവിതകളിലെയും ആശയങ്ങൾ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ബാഹ്യമായ സാഹചര്യങ്ങളാൽ മറയ്ക്കപ്പെട്ട കെടാത്ത ഒരു നന്മ
മനസ്സ് അവശേഷിക്കുണ്ടെന്ന ഉദാത്തമായ സന്ദേശമാണ് ഈ വരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകളിലേക്ക് വഴിമാറിപ്പോയ വ്യക്തിയായാലും അനുയോജ്യമായ സാഹചര്യങ്ങളോ സ്നേഹപൂർണ്ണമായ ഇടപെടലുകളോ ഉണ്ടാകുമ്പോൾ വലിയ മാനസാന്തരവും ആന്തരിക പരിവർത്തനവും സാധ്യമാണ്. കഠിനമായ ശിക്ഷകളേക്കാൾ ഒരു മനുഷ്യനെ തിരുത്താനും നല്ലവനാക്കാനും സാധിക്കുക സഹാനുഭൂതിക്കും കാരുണ്യത്തിനുമാണ്. മനുഷ്യനന്മയിലുള്ള ദൃഢമായ വിശ്വാസമാണ് ഈ ചിന്തയിലൂടെ പ്രകടമാകുന്നത്. കുറ്റവാളികളോട് വെറുപ്പല്ല, മറിച്ച് അവരെ തിരുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സ്നേഹ സമീപനമാണ് ഈ ലോകത്തിന് ആവശ്യമെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും ജീവൻ്റെയും ആധാരമായ കർഷക തൊഴിലാളികളുടെ കഠിനാധ്വാനത്തെയും അവർ നേരിടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെയും കവിത വളരെ ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യുന്നത്. വെയിലും മഴയും വകവയ്ക്കാതെ മണ്ണിൽ ചോര നീരാക്കി കർഷകർ നടത്തുന്ന അധ്വാനമാണ് സമൂഹത്തിന് മുന്നിൽ അന്നമായി മാറുന്നത്. എന്നാൽ ലോകത്തിന് മുഴുവൻ അന്നം തരുന്ന ഈ തൊഴിലാളികൾ പലപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലും സാമൂഹികമായ അവഗണനകളിലും ചൂഷണങ്ങളുമാണ് നേരിടുന്നത്. മണ്ണുമായി ഏറ്റവും ദൃഢമായ ആത്മബന്ധമുള്ളവരാണ് കർഷകർ. അവരുടെ വിയർപ്പിൻ്റെ വില തിരിച്ചറിയുകയും അധ്വാനിക്കുന്നവന് അർഹമായ പ്രതിഫലവും ആദരവും നൽകുകയും ചെയ്യേണ്ടത് ഒരു നല്ല സമൂഹത്തിൻ്റെ കടമയാണെന്ന ചിന്തയാണ് കവിത പങ്കുവയ്ക്കുന്നത്. അടുത്തത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഗവ UP സ്കൂളിൽ കാരക്കത്തൊടിയിൽ MPTA നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം നടത്തുന്നു. ആഗസ്റ്റ് 20 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം നോട്ടീസ് തയ്യാറാക്കുക. UP സ്കൂൾ കാരക്കത്തൊടി MPTA കമ്മിറ്റി നോട്ടീസ് തീയതി 14/8/2026 കൈകൊട്ടിക്കളി മത്സരം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ MPTAയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിക്കുന്നു. തീയതി 2026 ആഗസ്റ്റ് 21 വ്യാഴാഴ്ച. സമയം രാവിലെ 10 മണി. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. എല്ലാ കുട്ടികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും സഹകരിക്കണമെന്നും പരിപാടി വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. സെക്രട്ടറി MPTA ഗവ UP സ്കൂൾ കാരക്കത്തൊടി. ഇനി അടുത്തത് പോസ്റ്ററാണ്. നിങ്ങളുടെ സ്കൂളിൽ ജൈവ പച്ചക്കൃഷിയുടെ വിളവെടുപ്പ് ആഗസ്റ്റ് 18 നടക്കുകയാണ്. കൃഷി ഓഫീസർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ പരിപാടിയെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്നതിനായി പോസ്റ്റർ തയ്യാറാക്കുക. അപ്പം നമുക്കത് നോക്കാം. ജൈവ പച്ചക്കൃഷി വിളവെടുപ്പ് മഹോത്സവം ഗവ UP സ്കൂൾ. നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. നമ്മുടെ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് പരിപാലിക്കുന്ന ജൈവ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു കൃഷി ഓഫീസർ. തീയതി 2026 ആഗസ്റ്റ് 18 തിങ്കളാഴ്ച. സമയം രാവിലെ 10 മണി. സ്ഥലം സ്കൂൾ ജൈവ പച്ചക്കറിത്തോട്ടം. പരിപാടികൾ: വിളവെടുപ്പ്, ജൈവകൃഷിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്, പച്ചക്കറി വിതരണം, രാസവളരഹിതം ആരോഗ്യകരം ജൈവം കഴിക്കാം, ആരോഗ്യം നേടാം. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിൻസിപ്പൽ, സ്റ്റാഫ്. ഇനി അടുത്തത് അഭിമുഖ ചോദ്യാവലി. നമ്മുടെ നാട്ടിലെ കാർഷികോത്സവങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുതിർന്ന കർഷകരുമായി അഭിമുഖം നടത്താൻ തീരുമാനിച്ചു. അതിലേക്ക് ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ആചരിച്ചു വരുന്ന പ്രധാന കാർഷികോത്സവങ്ങൾ ഏതൊക്കെയാണ്? അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അടുത്തത് സർ, വിഷു, ഓണം പോലുള്ള ഉത്സവങ്ങളുമായി കൃഷിക്ക് എന്ത് ബന്ധമാണുള്ളത്? വിളവെടുപ്പ് ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അടുത്തത് സർ, പണ്ട് കർഷകർ വിത്തിറക്കുന്നതിനും കൊയ്ത്തിനും മുമ്പ് നടത്തിയിരുന്ന ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ എന്തൊക്കെയായിരുന്നു? അടുത്തത് കാലാവസ്ഥാ വ്യതിയാനവും ആധുനിക കൃഷിരീതികളും നമ്മുടെ പരമ്പരാഗത കാർഷികോത്സവങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? അടുത്തത് സർ, പുതിയ തലമുറ കാർഷികോത്സവങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുന്നുണ്ടോ? ഈ സംസ്കാരം നിലനിർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അവര പോലുള്ള പ്രത്യേക ഇനം കൃഷികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രത്യേക ഉത്സവങ്ങളുണ്ടോ? ഇനി അടുത്തത് ആസ്വാദനക്കുറിപ്പാണ്. കന്നിക്കൊയ്ത്ത്. പൊന്നുഷസിൻ്റെ കൊയ്ത്തിൽ നിന്ന് ഊരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാ നാടകഭൂവിൽ കെട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ച്ചൊന്നു കുത്തി വെറ്റില ചവച്ചുന്മാദമോളം വെട്ടിടും അരിവാളുകളുമേന്തി ഒന്നിച്ചാനമ്രമയോടെ നിൽപ്പു കന്നിപ്പാടത്തു കൊയ്ത്തുകാർ നീളെ. എന്നാൽ പുലർക്കാല പാടലവാനിൽ ശുഭ്രമേഖല പരമ്പര പോലെ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഈ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. മേവി എന്നുവെച്ചാൽ നിലകൊണ്ടു, നമ്രം കുനിഞ്ഞ, പാടലവാനം ചുവന്ന ആകാശം, ശുഭ്രമേഘം വെളുത്ത മേഘം. അപ്പം നമുക്കത് നോക്കാം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കന്നിക്കൊയ്ത്ത് എന്ന കവിത കേരളീയ ഗ്രാമജീവിതത്തിൻ്റെയും കാർഷിക തൊഴിലിൻ്റെയും മനോഹരമായ ചിത്രമാണ്. പൊന്നുഷസിൻ്റെ കൊയ്ത്തിൽ നിന്ന് ഊരി ചിന്നിയ കതിർ ചുറ്റും കിടക്കെ എന്ന തുടക്കത്തിൽ തന്നെ കവി പ്രഭാതത്തിൻ്റെ സൗന്ദര്യവും വയലിലെ സ്വർണ്ണവർണ്ണ കതിരുകളും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു. മേവി കൊയ്ത്തുകാർ പുഞ്ചയിൽ ഗ്രാമജീവിത കഥാ നാടകഭൂവിൽ എന്ന വരിയിലൂടെ വയൽ എന്ന നാടകവേദിയും കൊയ്ത്തുകാർ അതിലെ അഭിനേതാക്കളുമാകുന്നു.
കൊയ്തിറങ്ങിയ സ്ത്രീകളുടെ രൂപമാണ് കവി ഏറെ മനോഹരമായി വർണ്ണിക്കുന്നത്. കിട്ടിയ മുടി കച്ചയാൽ മൂടി ചുറ്റിയ തുണി ചായ്ച്ചൊന്നു കുത്തി എന്ന വരികളിൽ അവരുടെ വേഷവും ചുറുചുറുക്കും കാണാം. വെറ്റില ചുമടമോളം വെട്ടിട് വരിമാളുമേന്തി എന്നതിൽ അവരുടെ ആവേശവും തിരക്കും വ്യക്തമാകുന്നു. ഒന്നിച്ചാനന്ദമൊയ്യോടെ നിൽപ്പു കന്നിപ്പാടത്തു കൊയ്ത്തുകാർ നീളെ എന്ന വരിയിൽ കൂട്ടായ്മയുടെ സന്തോഷവും പുലർക്കാല പാടലവാനിൽ ശുഭ്രമേഘ പരമ്പര പോലെ എന്ന ഉപമയിൽ കൊയ്ത്തുകാരുടെ നിര വെള്ളമേഘങ്ങൾ പോലെ തോന്നുന്ന ഭംഗിയും കവി ചിത്രീകരിക്കുന്നു. അപ്പം അടിസ്ഥാന പാഠാവലിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.